അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം, തീർച്ചയായും ഇലിയാസ് ഒരു സന്ദേശവാഹകനായിരുന്നു, അതായത് റസൂൽ. അദ്ദേഹത്തിന്റെ ആളുകളോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? അതായത് അങ്ങനെ തുടരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നാം നല്ലൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു നല്ല ഓർമ്മകൾ ബാക്കി വച്ചിരിക്കുന്നു വരും കാല തലമുറകൾക്ക് വേണ്ടി. അപ്പോൾ അത് നമ്മൾക്കൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ അള്ളാഹു എത്തിച്ചു തന്നിരിക്കുകയാണ്. 37 സൂറത്ത് 123 മുതൽ 29 വരെയുള്ള ആയത്തുകൾ. കൂടാതെ അള്ളാഹു തആലയുടെ വചനം, സലാം, അതായത് സമാധാനം അല്ലെങ്കിൽ രക്ഷ ഇലിയാസിൻ്റെ മേൽ ഉണ്ടാകട്ടെ. തീർച്ചയായും അങ്ങനെയാണ് നല്ല പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് നാം സമ്മാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നത്. തീർച്ചയായും അവൻ എൻ്റെ വിശ്വാസികളായ അടിമകളിൽ നിന്നുള്ള ഒരാളായിരുന്നു. 37 സൂറത്ത് 130 മുതൽ 132 വരെയുള്ള ആയത്തുകൾ. ഇബ്നു മസ്ഊദും ഇബ്നു അബ്ബാസും പറയുന്നു, ഇലിയാസ് എന്ന് പറഞ്ഞാൽ ഇദ്രീസ് ആണ് എന്ന്. വേറൊരു അഭിപ്രായത്തിൽ ഇലിയാസ് എന്ന് പറയുന്നത് ബനി ഇസ്രായേലിലെ ഒരു നബിയാണ്. ഇദ്രീസ് എന്ന് പറയുന്ന ആദം അലൈഹി ഇസ്ലാമിൻ്റെ കൊച്ചുമക്കളിൽ വരുന്ന ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഇതൊക്കെ ഐബായ കാര്യങ്ങളാണ്, ഇത് രഹസ്യമായ കാര്യങ്ങൾ, ചരിത്രാതീത കാലത്തുള്ളത്. അതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന സ്വർഗം, നരകം, മഹ്ശറ, ഇതൊക്കെ ഐബായ കാര്യങ്ങളാണ്, നമ്മൾ കാണാത്ത, പറഞ്ഞാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ. അപ്പോൾ പലതും കേൾക്കുമ്പോൾ ബന്ധമില്ലാത്തതുപോലെയോ അല്ലെങ്കിൽ സംശയം പോലെയോ ഒക്കെ തോന്നാം. പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾക്ക് അറിയാത്ത, മനസ്സിലാവാത്ത, കാണാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. وتركنا عليه في الآخرين. قال ابن عباس يذكر بخير سلام على الياسين إنا كذلك نجزي المحسنين. الصافات عن ابن مسعود وابن عباس أن إلياس هو إدريس. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള പരാമർശം. ഇദ്രീസ് അലൈഹി ഇസ്ലാം എന്നത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ വല്യാപ്പായായിരുന്നു. അതായത് വല്യാപ്പാടെ വാപ്പ, അതായത് വാപ്പാടെ വാപ്പ, 3 തലമുറ മുമ്പുള്ളത്. അപ്പോൾ ഇദ്രീസ് അലൈഹി ഇസ്ലാം ആദം അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളിൽപ്പെട്ട കൊച്ചുമകനോ അങ്ങനെയൊക്കെയാണ്. ഇലിയാസ് എന്നത് സംശയമുള്ള കാര്യമാണ്. അല്ലാഹു ആലം, നമ്മൾ വിട്ട് കളയുന്നു. അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ വല്യാപ്പായാണ് പ്രപിതാമഹൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ നൂഹിൻ്റെ വല്യാപ്പായാണ് എന്നും പറയുന്നുണ്ട്. അല്ലാഹു തആലയുടെ വചനം, നാം അദ്ദേഹത്തിനെ ഉയർത്തി വളരെ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക്, അതായത് ഇദ്രീസിനെ. 19 സൂറത്ത് 57 ആയത്ത്. ദിക്രി ഇദ്രീസ അലൈഹിസ്സലാമു വഹുവ ജദ്ദു അബി നൂഹി വയുഖാലു ജദ്ദു നൂഹി അലൈഹിമസ്സലാമു വഖൗലിഹി തആല വറഫഅനാഹു മകാനൻ അലിയ്യാ. മറിയം 57. അദ്ദേഹത്തിനെ അതിഭയങ്കരമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് പറയുന്നു. അത് നമ്മളിതിനെപ്പറ്റി പറയുമ്പോൾ ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇസ്രായേൽ കഥകൾ. ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിം ആയപ്പോൾ അവരുടെ അറിവുകൾ അവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അത് ഇസ്ലാമുമായി കൂട്ടിമുട്ടിക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ആദ്യകാലങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അത് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇസ്രായേലിയാത്ത്, ഇപ്പുറത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ കഥകൾ എന്ന് പറയാം, അത് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അവസാന കാലമായപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, വലാ തുസദ്ദിഖു വലാ തുകദ്ദിബു. അതിനെ സത്യമാക്കുകയും ചെയ്യരുത്, അതിനെ കളവാക്കുകയും ചെയ്യരുത്. അതായത് അത് പൂർണ്ണമായിട്ടും എടുക്കരുത്, പൂർണ്ണമായിട്ടും തള്ളുകയും ചെയ്യരുത്, നിരസിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടയ്ക്ക് നിൽക്കുക. നമ്മുടെ ഖുർആനും ഹദീസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെടുക്കാം, മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ എടുക്കരുത്. അതാണ് അവർ ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൈബിൾ കഥകൾ എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. ഇദ്രീസ് അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ കാലത്ത് മലക്കുകൾ മനുഷ്യരുടെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഇദ്രീസ് അലൈഹി ഇസ്ലാമിന് ഒരു കൂട്ടുകാരനായ മലക്കുണ്ടായിരുന്നു. ആ മലക്ക് എപ്പോഴും വരും. ഇവർ രണ്ടുപേരും ഇരുന്ന് നിസ്കരിക്കുകയോ നോമ്പുടിക്കുകയോ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ദിക്ർ തസ്ബീഹ് ഒക്കെ ചെല്ലുകയൊക്കെ ചെയ്ത്, അതായത് അവരുടെ നേരം പോക്കെന്ന് പറയുന്നത് ഇബാദത്താണ്.
അടിമത്വം, അള്ളാഹുവിന് വിധേയത്വം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നു. അങ്ങനെ നേരമ്പോക്കുകൾ നടത്തുന്ന കൂട്ടുകാരായിരുന്നു അവർ. അങ്ങനെ ഒരിക്കൽ സംസാരിച്ചിരിക്കുമ്പോൾ മലക്ക് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും നന്മ നിൻ്റെ നന്മയും നോക്കിയാൽ നിൻ്റെ നന്മയാണ് കൂടുതൽ എന്ന് പറഞ്ഞു. ഇദ്രീസ് അലൈഹി ഇസ്ലാമിന് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അദ്ദേഹം വിചാരിച്ചു, കുറച്ചുകൂടെ കൂടുതൽ നാൾ ജീവൻ കിട്ടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആയുസ് നീട്ടി കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യാമായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ പൊങ്ങച്ചത്തിനൊന്നും വേണ്ടിയിട്ടല്ല. മലക്ക് പറഞ്ഞൊരു പണി, നമുക്ക് മലക്കുൽ മൗത്തിനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മലക്ക് പറയുകയാണ്, ശരി എൻ്റെ പുറത്ത് കയറിക്കോ, നമുക്ക് പറന്ന് മുകളിലേക്ക് പോകാം. അങ്ങനെ അവർ ചെല്ലുന്നു. 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, 4-ാം ആകാശത്തെത്തിയപ്പോൾ മലക്കുൽ മൗത്ത് താഴോട്ട് വരുന്നു. ഇവിടുന്ന് മലക്ക് ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയായിട്ട് മുകളിലോട്ട് ചെല്ലുന്നു. മലക്കുൽ മൗത്ത് എന്ന് എടുത്തു പറയാനുള്ള കാരണം, അതിൻ്റെ പേര് അസ്രായീൽ എന്ന് സഹിയായ ഹദീസുകളിലോ ഖുർആനിലോ ഇല്ല. ഒരുപക്ഷെ അതും ഇസ്രായേലിയാത്തിൽ നിന്ന് കിട്ടിയ ഒരു പേരാവാനാണ് സാധ്യത. അതിന് തെളിവില്ല അസ്രായീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കഴിയുന്ന ഉപയോഗിക്കാതിരിക്കുക. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ മാലാഖ. കാരണം നമ്മളിനി മുമ്പോട്ട് കാണാനിരിക്കുന്നുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യമാർ വേറൊരു അന്തപുരം, നമുക്കൊക്കെ അറിയാവുന്നൊരു ഇതാണ്, സ്ത്രീകൾ അല്ലെങ്കിൽ റാണിമാർ താമസിക്കുന്ന സ്ഥലം. രാജകൊട്ടാരത്തിലൊക്കെ പണ്ട് നമ്മുടെ കഥകളിലും സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആണുങ്ങൾക്ക് പ്രവേശനമില്ല. ദാവൂദ് അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആണുങ്ങൾ ആ ഏരിയ പോയാൽ കൊന്നുകളയും, അത്ര സ്ട്രിക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ താമസിക്കുന്ന അന്തപുരത്തിൽ ഒരിക്കൽ രാജാവ് അന്തപുരത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിന് ദേഷ്യം വന്നു. ആരാണ് നീ എന്ന് ചോദിച്ചു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ വരാൻ, എൻ്റെ അനുവാദം ഇല്ലാതെ? അതായത് എൻ്റെ ഭാര്യമാരുടെ സ്ഥലമാണ്, നീ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ പേടിപ്പിക്കുകയാണ്. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, ഞാൻ രാജാക്കന്മാരെയോ അല്ലെങ്കിൽ അതുപോലെ വലിയ ആളുകളെയോ പേടിക്കാറോ അല്ലെങ്കിൽ അവരോട് അനുവാദം മേടിക്കാറോ ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കാര്യം മനസ്സിലായി, ഇത് ആൾ വേറെയാണ്, മനുഷ്യരൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലമലക്കുൽ മൗത്ത് മർഹബൻ ബി അംരില്ലാ, തീർച്ചയായിട്ടും നീ മലക്കുൽ മൗത്താണ്, അള്ളാഹുവിൻ്റെ ഉത്തരവോടുകൂടി വന്നോളൂ എന്ന് പറഞ്ഞു. അതായത് മരിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ. അപ്പം തന്നെ അദ്ദേഹം അവിടെ മരിച്ചു വീണു എന്ന് പറയുന്നു. അപ്പോൾ ദാവൂദ് അലൈഹി ഇസ്ലാം പോലും ഉപയോഗിച്ച വാക്ക് എന്നത് നീ മലക്കുൽ മൗത്ത് അല്ലാതെ മറ്റാരുമല്ല, നീ മലക്കുൽ മൗത്താണ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ അസ്രായീൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പൊതുവേ അതുകൊണ്ട് വലിയ ഇമാമിയങ്ങൾ ആണ് ഞാൻ പറയുന്നത്, ചെറിയ ഉസ്താദുമാരുടെ കാര്യമല്ല. അവർ അവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചുകൊണ്ടൊക്കെ വരും. പക്ഷേ സഹിയായ ഹദീസോ ഖുർആനിലോ അസ്രായീൽ എന്ന വാക്കില്ല. അതുകൊണ്ട് നാം പറയുകയാണ് മലക്കുൽ മൗത്ത് 4-ാം ആകാശത്തിൽ താഴോട്ടിറങ്ങി വരുന്നു. ഇവിടുന്ന് ഒരു മലക്കിൻ്റെ പുറത്ത് ഇദ്രീസ് അലൈഹി ഇസ്ലാം മേലോട്ട് കയറി ചെല്ലുന്നു. മലക്കുൽ മൗത്ത് ഇവരെ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി. അപ്പം മലക്ക് പറഞ്ഞു, അതെ ഇത് കൂട്ടുകാരൻ ഇദ്രീസാണ്, ആൾക്ക് എത്ര കാലം ജീവൻ ബാക്കിയുണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞു. മലക്കുൽ മൗത്ത് പറഞ്ഞു, അള്ളാഹ് എന്നോട് ഇപ്പോൾ ഉത്തരവിട്ടേ ഉള്ളൂ, ഇദ്രീസിൻ്റെ റൂഹ് 4-ാം ആകാശത്തിൽ വെച്ച് പിടിക്കണം. ഞാനിത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് താഴോട്ട് വരുമായിരുന്നു. അപ്പം നീ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് അള്ളാഹുവിൻ്റെ ഒരു കളി, മരിക്കേണ്ട സമയമാകുമ്പോൾ മരിക്കേണ്ട ആൾ മരിക്കേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും. മരണം എപ്പോഴാണ് നടക്കുക, എവിടെ വെച്ചാണ് നടക്കുക, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആ സ്ഥലത്ത് സമയമാകുമ്പോൾ ആ ആൾ എത്തിയിരിക്കും. അപ്പോൾ മലക്ക് പുറത്തിരിക്കുന്ന ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കണ്ടു ആൾ മരിച്ചു കഴിഞ്ഞു. അതായത് അവർ അനുവാദം ചോദിച്ചു, മരിച്ചു. നബിമാരെ അനുവാദം ചോദിച്ചിട്ടാണ് റൂഹ് പിടിക്കുകയുള്ളൂ. ഈ കഥ ഇസ്രായേലിയാത്തിലുള്ളതാണ്. അതായത് ബനു ഇസ്രായേൽ കൊണ്ടുവന്ന ബൈബിൾ കഥകളിൽപ്പെട്ടതാണ്. ഇതിന് നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഇവിടെ റഫഅനാഹു മകാനൻ അലിയ്യ, അദ്ദേഹത്തിന് നാം ഭയങ്കരമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 4-ാം ആകാശം വരെ പോയി എന്ന് ക്രിസ്ത്യാനികളും യഹൂദന്മാരും പറയുന്നു. നമ്മളത് വിശ്വസിക്കുന്നു. കാരണം ഇസ്രാ മെഹറാജിൻ്റെ രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ 4-ാം ആകാശത്തിൽ കണ്ടു എന്ന് നമ്മൾ നമസ്കാരത്തിൻ്റെ ഹദീസിൽ കണ്ടാണ്. നമസ്കാരത്തിൻ്റെ ഹദീസിൽ നമസ്കാരം എങ്ങനെയാണ് വന്നതെന്നും ഇസ്രാ മെഹറാജ് എങ്ങനെയായിരുന്നുവെന്നും ഓരോ ആകാശത്തിൽ ഓരോ നബിമാരെ കണ്ടതും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും വ്യക്തമായ ഒരു കാര്യമാണ് ഇദ്രീസ് അലൈഹി ഇസ്ലാം 4-ാം ആകാശം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കോ അതിൽ ഖുർആനോ ഹദീസിനോ എതിരല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മലക്കുൽ മൗത്ത് എന്നുള്ള കാര്യവും പിന്നെ ഒന്ന് ഇസ്രായേലിയാത്ത് അതല്ലെങ്കിൽ ബൈബിൾ കഥകൾ. അനസ് റളിയല്ലാഹുവിന് വിശദീകരിക്കുന്നു, അബൂദർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ മക്കയിൽ ആയിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മേൽക്കൂര തുറന്ന് ജിബ്രീൽ താഴോട്ടിറങ്ങി വന്നു. എൻ്റെ ഹൃദയം തുറന്നു
അത് സംസം കൊണ്ട് കഴുകി. അത് നെഞ്ച് കീറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഹൃദയ ശസ്ത്രക്രിയയാണ് ഈ പറയുന്നത്. കീറി ഹൃദയം പുറത്തെടുത്ത് ഒരു പാത്രത്തിൽ, സ്വർണ്ണപാത്രത്തിൽ സംസം വെള്ളമായിട്ടാണ് വന്നത്, അതിൽ കഴുകി. എന്നിട്ട് ഒരു സ്വർണ്ണപാത്രം നിറയെ ഹിക്മത്ത്, അതായത് തത്വജ്ഞാനം, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയാവുന്ന രീതി, അത് പിന്നെ ഈമാൻ, വിശ്വാസം, അതെല്ലാം കൂടെ എൻ്റെ നെഞ്ചിലേക്ക് ഒഴിച്ചു, കീറി തുറന്നു വെച്ചിരിക്കുന്ന നെഞ്ചിലേക്ക്. എന്നിട്ട് അത് അടച്ചു. അതായത് തുന്നി കെട്ടിയെന്നാണ് പറയുന്നത്. അതായത് സർജറിയൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നൂലിട്ട് തുന്നുന്നത് പോലെയുള്ള അടയാളം റസൂലിൻ്റെ മേത്ത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ തമാശയല്ല, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത പോലെ തന്നെയാണ് നടന്നതും. ആ സമയത്ത് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. എടുത്തു, കഴുകി, തിരിച്ചു വെച്ചു. നെഞ്ചിലേക്ക് ഹിക്മത്തും ഈമാനും ഒഴിച്ചു. എന്നിട്ട് നെഞ്ച് തുന്നിക്കെട്ടി. എന്നിട്ട് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു ആകാശത്തിലേക്ക് ഉയർന്നു. ജിബ്രീൽ തൊട്ടടുത്ത ആകാശത്തിൽ, അതായത് 1-ാം ആകാശത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ കാവൽക്കാരനോട് പറഞ്ഞു, വാതിൽ തുറക്കൂ. കാവൽക്കാരൻ ചോദിച്ചു, നീ ആരാണ്? ജിബ്രീൽ ഉത്തരം പറഞ്ഞു, ജിബ്രീൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊപ്പമുണ്ട്. അപ്പോൾ ആ മലക്ക് ചോദിച്ചു, അദ്ദേഹത്തിനെ വിളിപ്പിച്ചിട്ടുണ്ടോ? ജിബ്രീൽ പറഞ്ഞു, ഉവ്വ. അങ്ങനെ വാതിൽ തുറന്നു. അവർ കടന്നു, അടുത്ത ആകാശത്തിലേക്ക് പോയി, 2-ാം ആകാശത്തിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ, അസ്വിത, ഒരുപാട് കൂട്ടം ആളുകളും ആയിട്ട് ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് അസ്വിത ഉണ്ട്. അദ്ദേഹം വലതുവശത്തേക്ക് നോക്കി, അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം ഇടതുവശത്തേക്ക് നോക്കി, എന്നിട്ട് കരഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാഗതം ദൈവഭയമുള്ള പ്രവാചക, ദൈവഭയമുള്ള മകനെ. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? ജിബ്രീലേ. അപ്പോൾ ജിബ്രീൽ മറുപടി പറഞ്ഞു, അത് ആദം ആണ്. അദ്ദേഹത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ്. അവർ നല്ല ആളുകളാണ്, അവർ സ്വർഗത്തിൽ പോകും. അതുപോലെ ഇടതുവശത്തിരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ്, പക്ഷേ അവർ നരകത്തിൽ പോകുന്നവർ ആണ്. അതുകൊണ്ട് അദ്ദേഹം വലതുവശത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം വരികയും ചിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നരകത്തിൽ പോകുന്ന അദ്ദേഹത്തിൻ്റെ മക്കളെ കാണുമ്പോൾ അദ്ദേഹം കരയുകയും ചെയ്യുന്നു. അങ്ങനെ ജിബ്രീൽ എന്നെയും കൊണ്ട് വീണ്ടും ഉയർന്നു. അടുത്ത 2-ാം ആകാശത്തിൻ്റെ വാതിലിന് അടുത്ത് എത്തി. കാവൽക്കാരനായ മലക്കിനോട് പറഞ്ഞു, വാതിൽ തുറക്കുക. കാവൽക്കാരനായ മലക്ക് ചോദിച്ചു, മുമ്പ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ, അതായത് 1-ാം ആകാശത്തിലെ വാതിൽ കാവൽക്കാരനായ മലക്ക് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും. എന്നിട്ട് അദ്ദേഹം വാതിൽ തുറന്നു. അനസ് കൂട്ടിച്ചേർക്കുന്നു, അബൂദർ ഇങ്ങനെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രീസിനെ കണ്ടു, മൂസയെ കണ്ടു, ഈസയെ കണ്ടു, ഇബ്രാഹീമിനെ കണ്ടു ഓരോ ആകാശങ്ങളിലും. പക്ഷേ അദ്ദേഹം അവരെ ഏത് നിലയിലാണ് കണ്ടത് എന്ന് പറഞ്ഞില്ല. അതായത് 1-ാം ആകാശത്തിൽ ഈസാ അലൈഹി സ്വലാം അങ്ങനെ എടുത്ത് പറഞ്ഞില്ല അവർ ഏത് നിലയിലായിരുന്നു എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമിനെ അടുത്ത സ്വർഗത്തിലാണ് കണ്ടത്, അതായത് 1-ാം ആകാശത്തിലാണ് കണ്ടത് എന്നും ഇബ്രാഹീമിനെ 6-ാം ആകാശത്തിലാണ് കണ്ടത് എന്നും പറഞ്ഞു. അനസ് പറയുന്നു, ജിബ്രീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇദ്രീസിൻ്റെ അടുത്തേക്ക് കൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ദൈവഭയമുള്ള പ്രവാചക, ദൈവഭയമുള്ള സഹോദര. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അവൻ? ജിബ്രീൽ പറഞ്ഞു, അത് ഇദ്രീസ് ആകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് ഞാൻ മൂസയുടെ അടുത്തേക്കൂടെ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ദൈവഭയമുള്ള പ്രവാചക, ദൈവഭയമുള്ള സഹോദര. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് അത്? ജിബ്രീൽ പറഞ്ഞു, അതാണ് മൂസ. എന്നിട്ട് ഞങ്ങൾ ഈസായുടെ അടുത്തേക്കൂടെ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ദൈവഭയമുള്ള പ്രവാചക, ദൈവഭയമുള്ള സഹോദര. അപ്പം ഞാൻ ചോദിച്ചു, ആരാണത്? അവൻ മറുപടി പറഞ്ഞു, അത് ഈസയാണ്. എന്നിട്ട് ഞങ്ങൾ ഇബ്രാഹീം പ്രവാചകൻ്റെ അടുത്തേക്കൂടെ പോയി. അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ദൈവഭയമുള്ള പ്രവാചക, സ്വാഗതം ദൈവഭയമുള്ള മകനെ. അപ്പം ഞാൻ ചോദിച്ചു, അതാരാണ്? ജിബ്രീൽ മറുപടി പറഞ്ഞു, അത് ഇബ്രാഹീം ആണ്. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ നോക്കിയാൽ ദൈവഭയമുള്ള പ്രവാചക, ദൈവഭയമുള്ള സഹോദര എന്നാണ് കാണുക. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രം മകൻ എന്നാണ് പറഞ്ഞത്. ദൈവഭയമുള്ള പ്രവാചകനും ദൈവഭയമുള്ള മകനുമായ നിനക്ക് സ്വാഗതം. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൊച്ചുമോനാണ്, മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വംശപരമ്പരയാണ്, അതുകൊണ്ടാണ് മകൻ എന്ന് വിളിച്ചത്. ആദം അലൈഹിസ്സലാം
അലൈഹിസ്സലാമും അതുപോലെ തന്നെ മകൻ എന്നാണ് വിളിച്ചത്. ബാക്കി എല്ലാവരും സഹോദര എന്നാണ് വിളിച്ചത്. ഇബ്നു അബ്ബാസും അബൂ ഹയ്യ അൽ അൻസാരിയും കൂടിച്ചേർന്ന് വിശദീകരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. എന്നിട്ട് ജിബ്രീൽ മേപ്പോട്ട് കയറി അവിടെ പേന എഴുതുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. കരകര കരകര എന്നുള്ള എന്തോ ഒരു ശബ്ദം പോലെ. ഇബ്നു ഹംസ്, അനസ് ബിൻ മാലിക് ഇവർ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലാഹു 50 നമസ്കാരങ്ങൾ എൻ്റെ മേലെ നിർബന്ധമാക്കി. ഞാൻ തിരിച്ച് അള്ളാഹുവിൻ്റെ ഉത്തരവുമായി വരുമ്പോൾ മൂസായുടെ അടുത്തേക്ക് കൂടെയാണ് വന്നത്. മൂസ എന്നോട് ചോദിച്ചു, അള്ളാഹു നിൻ്റെ ആളുകൾക്ക് അല്ലെങ്കിൽ സമുദായത്തിന് എന്താണ് ഉത്തരവായി തന്നത്? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അവൻ എനിക്ക് 50 നമസ്കാരം ആണ് തന്നത് എൻ്റെ സമുദായത്തിൻ്റെ മേളിൽ. മൂസ പറഞ്ഞു, തിരിച്ചു പോവുക നിൻ്റെ രക്ഷിതാവിലേക്ക്, എന്നിട്ട് കാല് പിടിച്ച് പറയുക കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നിൻ്റെ സമുദായം അല്ലെങ്കിൽ നിൻ്റെ പിന്തുടർച്ചക്കാർക്ക് അത് സഹിക്കാൻ പറ്റില്ല, അവർക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോയി ഒന്ന് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു. അവൻ അത് കുറച്ചു, പകുതിയാക്കി. അപ്പോൾ അന്നത്തെ നമസ്കാരങ്ങൾ എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞായിട്ട് നമ്മൾ മുമ്പുള്ള കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. 2 റക്അത്ത് നമസ്കാരമായിരുന്നു ഈ 50 നമസ്കാരം എന്ന് പറയുന്നത്. അതായത് 100 റക്അത്ത് മൊത്തം. അത് എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ജോലി ചെയ്തുകൊണ്ടോ നടന്നുകൊണ്ടോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത്. അല്ലാഹു ആലം. അതായത് എളുപ്പമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള നമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഈമാൻ കുറവാണ് ഒന്ന്. പിന്നെ ഒന്ന്, പള്ളിയിൽ പോയി നിസ്കരിക്കണം ആണുങ്ങൾ, പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം, ഓരോ പ്രാവശ്യം ഒളു എടുക്കണം, പല സമയത്തും പല ഇതാണ്. അപ്പം നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 5 മണി വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 2 നിസ്കാരം വരുന്നു, വഴിയിലാണെങ്കിൽ 3 നിസ്കാരം വരും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് വലിയ തെളിവുള്ള കാര്യമല്ല. പക്ഷേ 50 റക്അത്ത് 2 എന്നും അത് എളുപ്പമുള്ളതായിരുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അത് സഹിഹ ഹദീസാണ്. ഞാൻ തിരിച്ച് വന്നപ്പോൾ മൂസ അടുത്തേക്ക് കൂടെ വീണ്ടും പോയി. ഞാൻ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, തിരിച്ച് നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോവുക. കാരണം നിൻ്റെ പിന്തുടർച്ചക്കാർക്ക് ഇത് താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോയി, മുൻപ് ഉണ്ടായതുപോലെ. അങ്ങനെ അത് വീണ്ടും പകുതി കുറച്ചു. ഞാൻ തിരിച്ച് മൂസയുടെ അടുത്തേക്ക് വന്നു. മൂസ എന്നോട് പറഞ്ഞു, വീണ്ടും നീ തിരിച്ച് നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോവുക. നിൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർ അത് സഹിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഇതാകുന്നു 5 നമസ്കാരങ്ങൾ നിൻ്റെ ആളുകൾക്ക് വേണ്ടി ഉള്ളത്. അവ 50-ന് തുല്യമാകുന്നു. അപ്പം ഞാൻ പറഞ്ഞ 50, ആദ്യത്തെ 50-ന് പറയുന്ന 5 മതി. ഓരോ നമസ്കാരവും അപ്പോൾ 10 കണക്കാക്കുന്നത്. കാരണം എൻ്റെ വാക്ക് മാറുകയില്ല. അപ്പോൾ അതായത് ഞാൻ ഈ വാഗ്ദാനം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളുടെ 5 എന്ന് പറയുന്നത് 50 എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഇനി ഞാൻ മാറ്റില്ല എന്നായിരിക്കാം. തിരിച്ച് ഞാൻ മൂസ അടുത്ത് വന്നു. മൂസ വീണ്ടും പറഞ്ഞു, തിരിച്ചു പോകുന്നു നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക്, വീണ്ടും കുറയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് നാണമാവുന്നു എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകാൻ, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം, ചെന്നിരുന്നെങ്കിൽ അള്ളാഹു കുറച്ചേനെ. കാരണം എൻ്റെ വാക്ക് മാറുകയില്ല എന്നത് മിക്കവാറും 5 എന്നുള്ളത് 50-ന് തുല്യമാണ് എന്ന് പറഞ്ഞ കാര്യത്തിലായിരിക്കണം. അപ്പോൾ റസൂല് നിരസിച്ചു. അങ്ങനെ ജിബ്രീൽ എന്നെ കൂട്ടിക്കൊണ്ട് സിദ്റത്തുൽ മുന്തഹായുടെ അടുത്തേക്ക് വന്നു. അതായത് ഈ സർവ്വ സൃഷ്ടികളുടെയും അങ്ങേ അറ്റം, അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ കടൽ, അള്ളാഹുവിൻ്റെ പ്രകാശമാണത്. അതിൽ ജിബ്രീലിന് പോലും പോകാൻ പറ്റില്ല. ജിബ്രീൽ പറയുന്നുണ്ട്, എൻ്റെ ചിറക് കരിഞ്ഞു പോകുന്നു അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ സിദ്റത്തുൽ മുന്തഹ വരെയുള്ളൂ എല്ലാ സൃഷ്ടികൾക്കും പോകാനുള്ള കഴിവ്. ഏറ്റവും കഴിവുള്ള സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതിന് പോലും പറ്റില്ല. റസൂലിന് മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. റസൂൽ എന്ന് പറയുന്നത് ചെറിയ ആളല്ല. അപ്പോൾ സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ മരം എന്നാണ് അർത്ഥം. അതായത് അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിറങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശമൊക്കെ പറയുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ LED ബൾബൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു എന്നോ, വലിയൊരു കല്യാണ വീട് അലങ്കരിച്ചിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഊഹിക്കാം. അതിനപ്പുറത്തേക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അതിൽ നിറങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അതെനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഞാൻ അവിടെ ചെറിയ കൂടാരങ്ങൾ കണ്ടു. മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു.
അവിടുത്തെ മണ്ണ് മസ്ക് ആയിരുന്നു, അതായത് ഒരുതരം സുഗന്ധം. എൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടാണ്. ഖാല അനസ് ഇബ്നു മാലിക് കാന അബൂ ദർർ റളിയല്ലാഹു അൻഹു യുഹദ്ദിസു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫുരിജ അൻ സഖഫി ബൈതി വഅന ബിമക്കത ഫനസല ജിബ്രീലു ഫഫറജ സ്വദ്രി ثم غسله بماء زمزم ثم جاء بطست من ذهب ممتلئ حكمة وإيمانا ففراخ في صدري ثم أطبقه ثم أخذ بيدي فعرج بي إلى السماء فلما جاء إلى السماء الدنيا قال جبريل لخازن السماء افتح. قال من هذا؟ قال هذا جبريل. قال معك أحد؟ قال معي محمد. قال أرسل إليه؟ قال نعم. فافتح فلما يلون السماء إذا رجل عن يمينه أسودة وعن يساره أسودة فإذا نظر قيل يمينه ضحك وإذا نظر قبل شماله بكى فقال مرحبا بالنبي الصالح والابن الصالح. قلت من هذا يا جبريل؟ قال هذا آدم. وهذه الأسودة عن يمينه وعن شماله نسم بنيه فأهل اليمين منهم أهل الجنة والأسودة التي عن شماله أهل النار فإذا نظر قبل يمينه ضحك وإذا نظر قبل شماله بكى. ثم عرج بي جبريل حتى أتى السماء الثانية فقال لخازنها افتح فقال له خازنها مثل ما قال الأول ففتح. قال أنس فذكر أنه وجد في السماوات إدريس وموسى وعيسى وإبراهيم ولم يثبت لي كيف منازلهم غير أنه ذكر أنه وجد آدم في السماء الدنيا وإبراهيم في السادسة. وقال أنس فلما مر جبريل بإدريس قال مرحبا بالنبي الصالح والأخ الصالح فقلت من هذا؟ قال هذا إدريس. ثم مررت بموسى فقال مرحبا بالنبي الصالح والأخ الصالح. قلت من هذا؟ قال هذا موسى. ثم مررت بعيسى فقال مرحبا بالنبي الصالح والأخ الصالح. قلت من هذا؟ قال عيسى. ثم مررت بإبراهيم فقال مرحبا بالنبي الصالح والابن الصالح. قلت من هذا؟ قال هذا إبراهيم. قال وأخبرني ابن حزم أن ابن عباس وأبا حية الأنصارية كان يقولان قال النبي صلى الله عليه وسلم ثم عرج بي حتى ظهرت لمستوى أسمع صريف الأقلام. قال ابن حزم وأنس بن مالك قال النبي صلى الله عليه وسلم ففرض الله علي 50 صلاة فرجعت بذلك حتى أمر بموسى فقال لي موسى ما الذي فرض على أمتك؟ قلت فرض عليهم 50 صلاة. قال فراجع ربك فإن أمتك لا تطيق. فرجعت فراجعت ربي فوضع شطرها فرجعت إلى موسى فقال راجع ربك فذكر مثله فوضع شطرها فرجعت إلى موسى فأخبرت فقال راجع ربك فإن أمتك لا تطيق ذلك. فرجعت فراجعت ربي فقال هي 5 وهي 50 لا يبدل القول لدي. فرجعت إلى موسى فقال راجع ربك فقلت قد استحييت من ربي. ثم انطلق حتى أتى بالسدرة المنتهى فغشيها ألوان لا أدري ما هي. ثم أدخلت الجنة فإذا فيها جنابذ اللؤلؤ وإذا ترابها المسك. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.